നമസ്കാരം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മളെല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സെർച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് എങ്ങനെ ഡാൻഡ്രഫ് കുറയ്ക്കാം, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ നിർത്താം, മുടി എങ്ങനെ സ്ട്രോങ് ആയി വളർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പനങ്കുല പോലെയുള്ള മുടിയൊന്നും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഉള്ള മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം തന്നെ. അപ്പോൾ ഇത് സ്ത്രീ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയുന്നത്. എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും, പലതവണ കേട്ടിട്ടുള്ളതായിരിക്കും. നമ്മുടെ വീഡിയോയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ എന്നുള്ളത്. റോസ്മേരി വാട്ടർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു എസെൻഷ്യൽ ഓയിലിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഒത്തിരി സെർച്ച് ചെയ്തതിന് ശേഷം കണ്ടുകിട്ടിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തി തരികയാണ്. ഇതിൽ ഈ എസെൻഷ്യൽ ഓയിൽ നമ്മൾ ഇതിന് മാത്രമൊന്നും അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഹെയർ കെയറിലാണ് നമ്മൾ കൂടുതലായി കേട്ടിട്ടുള്ളതും കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളതും ഒക്കെ തന്നെ. ഇത് നമുക്ക് സ്കിൻ കെയറിൽ ഉപയോഗിക്കാം. അത് ചില സ്കിൻ കെയറിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ തന്നെ കുറച്ചു കട്ടിയുള്ള കോൺസെൻട്രേറ്റഡ് ഫോമാണ് പലപ്പോഴും കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഹെയറിലും സ്കിന്നിലും ഒക്കെ ഉപയോഗിക്കും. ഇത് ഡൈല്യൂട്ട് ചെയ്ത് കാരിയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യം മറക്കരുത്. കാരണം അല്ലാതെ ഉപയോഗിക്കുമ്പോൾ ചില സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ പലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുടിയിലുണ്ടാവുന്ന അല്ലെങ്കിൽ സ്കാൽപ്പിൽ വരുന്ന താരൻ പ്രശ്നങ്ങളെയൊക്കെ അകറ്റാൻ മറ്റൊരു ഓപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് മാത്രം മതി. ഇനി നമ്മൾ പലപ്പോഴും മുടിയുടെ കാര്യങ്ങൾക്ക് പല പല ഓയിൽ മാറ്റി യൂസ് ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ മാറ്റി ഇത് തന്നെ ചെയ്യണം എന്നല്ല കേട്ടോ പറയുന്നത്. റോസ്മേരി ഓയിൽ നിങ്ങൾക്ക് അത്തരം ഓയിലുകൾ തേക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതായത് നമ്മൾ തേക്കുന്ന ഓയിലിന് കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, കാരിയർ ഓയിലായിട്ട്. അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ നല്ലെണ്ണയോ ഏത് ഓയിലാണോ നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് അതിന് കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഒത്തിരിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു കൈ കുമ്പിൾ നമ്മളിങ്ങനെ കൈ പിടിക്കുന്ന സമയത്ത് അതിൽ എത്രത്തോളം ഓയിൽ നമ്മളൊരു ദിവസം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ എടുക്കുന്നുണ്ടോ അതിലേക്കൊരു 3-4 ഡ്രോപ്പ് ചേർത്താൽ മതിയായിരിക്കും. ഇത് നന്നായിട്ട് വിരൽത്തുമ്പും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ചൂട് തന്നെ ഉണ്ടാവും ആ ഓയിലിന്. അത് ഉപയോഗിച്ചിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഏതാണ് ഓയിൽ എന്നുള്ളതൊന്ന് കാണണ്ടേ, കണ്ടുവരാം. റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലേ. എങ്കിലും ഞാനിവിടെ ഉപയോഗിക്കുന്നത് റിച്ച് എലമെൻസിൻ്റെ 100% സർട്ടിഫൈഡ് ഓർഗാനിക് ആയിട്ടുള്ള റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ്. അപ്പോൾ ഈ ഓയിൽ നമുക്ക് ഒരുപാടേറെ ഹെയർ കെയറിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ റോസ്മേരി എന്നുള്ളത്. അതിപ്പം പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ റിച്ച് എലമെൻസിൻ്റെ ഈ ഒരു റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കേണ്ട വിധം നമ്മൾ 3-4 ഡ്രോപ്സ് എടുത്തിട്ട് കാരിയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നേരം ഉപയോഗിക്കുന്നതാണ്. വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചിലർ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ട് ഇതിലും കൂടെ ഉൾപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. ഉപയോഗിക്കുന്ന വിധവും എങ്ങനെ ഉപയോഗിക്കണം അതിൻ്റെ ഗുണങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇതുപോലെ ഇത്തരം ഓയിലുകൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ആരോമാറ്റിക് ആയി നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു ഓയിലാണ് അതുകൊണ്ട് തന്നെ ഒരു കുറഞ്ഞ അളവിലെടുത്താൽ തന്നെ നമുക്ക് ചിലർക്ക് ഹെയർ സീറം ഒക്കെ ഉണ്ടാക്കൂലേ, ഹെയർ സീറം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ ഹെയർ സീറം ഒക്കെ തന്നെ ഒട്ടും സ്മെല്ലൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഒരു 3-4 ഡ്രോപ്സ് അതിൽ ചേർത്ത് നോക്കൂ. വളരെ നല്ല സ്മെല്ലും ഉണ്ടായിരിക്കും, നല്ല ഇഫക്റ്റും ഉണ്ടായിരിക്കും. അതിപ്പോൾ നമ്മളെ ഫ്ലാക്സ് സീഡ് ജെല്ല് ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു സിറം പറഞ്ഞിട്ടില്ലേ, അതിലൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഒരേ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി തിക്കല്ല, കണ്ടോ, ഇതുപോലുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പം സ്കിന്നിലേക്കും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇനിയിപ്പോൾ ഇത് ഓയിലായിട്ട് ഉപയോഗിക്കണം, നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഡ്രൈഡ് റോസ്മേരി ലീവ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് അല്പം വെളിച്ചെണ്ണയിൽ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് അല്പം ഉലുവ കൂടെ ചേർത്തിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. അതൊരു ഓയിലായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പം ഇത് മുഴുവൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പല പഠനങ്ങളിലും തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് ഈ റോസ്മേരി ഓയിൽ നമ്മുടെ മുടിയുടെ
ആ ഒരു ഹെയർ ഫോളിക്കിൾസിനെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കുന്നു എന്നുള്ളതും ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കുന്നതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഹെയർസ് വരുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ചും ആൻഡ്രോജനിക് അലോപേഷ്യ അല്ലേ, നമ്മുടെ പുരുഷന്മാരുടേതുപോലെ തന്നെ കഷണ്ടി വന്നിട്ടുള്ള ഒരു ടൈപ്പ് പുരുഷന്മാർക്ക് വരുന്നതും അതുപോലെ സ്ത്രീകൾക്കും കാണപ്പെടാറുണ്ട്. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നെറ്റി കയറി പോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ മുടി നേർത്തതായി പോകുന്നതോ ഗ്രേ ഹെയർ നരച്ച മുടി പെട്ടെന്ന് വരുന്നതോ പ്രായം എത്തുന്നതിന് മുൻപ് വരുന്നതോ ഇങ്ങനെയുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടും കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ കാരിയർ ഓയിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളെയൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ഒറ്റയടിക്കൊരു മിറാക്കിൾ ചേഞ്ച് ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ടൊരു 3-6 മാസമൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വളരെ നല്ല മാറ്റം കണ്ട് വരുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കാൽപ്പിന് ഇത് മാച്ച് ആണോ എന്നുള്ളത് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, വളരെ നല്ലതായിരിക്കും. ഇതിൽ തന്നെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നതും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് വാട്ടർ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റിസൾട്ട് ഞാൻ പറയാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുന്ന വിധം ഞാൻ പറഞ്ഞു. ഇനി ഇത് ഓവർനൈറ്റ് നിങ്ങൾക്ക്, അതായത് രാത്രി കിടക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയുന്ന രീതിയിൽ നല്ലതാണ്. ഓരോ ഹെയർ ലൈൻ, അതായത് മുടി വകച്ചിലെടുത്ത് എല്ലാ വകച്ചിലൂടെയും നമുക്കിതുപോലെ ഡ്രോപ്പായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കയ്യിൽ റബ്ബ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ പില്ലോ കവറിലൊന്നും ആവാതിരിക്കാൻ ഒരു ഷവർ ക്യാപ്പ് ഒക്കെ ഇട്ടിട്ട് കിടക്കുന്നത് നല്ലതാണ്. ഇനി ചിലർക്കൊക്കെ തന്നെ ഇത് അപ്ലൈ ചെയ്താൽ ഏത് ഓയിലായാലും നൈറ്റ് ഹെയർ കെയർ നോക്കിക്കഴിഞ്ഞാൽ തുമ്മലോ ജലദോഷമൊക്കെ വരാനുള്ള സാധ്യതയുള്ളവരാണെങ്കിൽ ചെയ്യണ്ട കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല. നമ്മൾക്ക് അറിയാലോ നമ്മുടെ ഹെയർ കെയർ എങ്ങനെ ചെയ്താലാണ് നല്ലത്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളതൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് മാറ്റി നിർത്തി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇത് ചിലർക്കൊക്കെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതും ഷാമ്പു ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഡെയിലി വേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 3 ദിവസം തല നനയ്ക്കുന്ന സമയത്ത് ചെയ്താൽ മതി. പക്ഷേ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നവർക്ക് നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേരുടെ റിവ്യൂവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിലടങ്ങിയിട്ടുള്ള കാർനോസിക് ആസിഡ് എപ്പോഴും തന്നെ നമ്മുടെ കുഞ്ഞുമുടി വളരാനും അല്ലെങ്കിൽ മുടിയുടെ സ്ട്രോങ് കൂട്ടാൻ വേണ്ടിയിട്ടും സർക്കുലേഷൻ കൂട്ടാനും നന്നായിട്ട് വളരാനും റീഗ്രോത്തിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. സെല്ലിനെ നല്ല ആക്റ്റീവാക്കിയിട്ട് വെക്കാനും ഹെൽത്തി ആക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പലരുടെയും ക്വസ്റ്റ്യനിൽ എപ്പോഴും വരുന്നതാണ്, പുരുഷന്മാർക്ക് ഉപയോഗിക്കാമോ? അങ്ങനെ ഒരു വകഭേദമൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും ഇപ്പോഴേ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ആരോമാറ്റിക് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചതിൽ വളരെ നല്ല ഒരു ഓയിലാണ്. പിന്നെ 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളത് തന്നെ നോക്കി വാങ്ങണം കേട്ടോ. ഏത് ബ്രാൻഡ് വാങ്ങുമ്പോഴും പലതിലും പല മിക്സും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അത്ര തന്നെ ഒരു ഗുണം കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കി ഏത് ബ്രാൻഡിൽ ഈ ബ്രാൻഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്കിത് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. എങ്കിൽ പോലും അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടി കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.